എന്താ തന്ത്രി ചെയ്ത കുറ്റം? ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തു. SITയുടെ മിന്നൽ നീക്കം അങ്ങനെ തന്ത്രിയെ കുടുക്കിയതാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നിഷ്പക്ഷമായിട്ട്, ഇദ്ദേഹം എന്റെ ബന്ധു കൂടിയാണ്, പക്ഷേ ബന്ധു എന്ന കാര്യം കൊണ്ടല്ല പറയുന്നത്, നിഷ്പക്ഷമായി നീതിയുക്തമായി സത്യം പറയണമെന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഇത് കേട്ടാൽ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾക്കും മനസ്സിലാവും. തന്ത്രി ചെയ്ത കുറ്റം എന്താ? നമുക്ക് ഏറ്റവും പ്രമുഖമായ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ട് ഒന്ന് എടുക്കാം. അതായത് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് തന്നെ SITയുടെ നിർണായക കണ്ടെത്തൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, SITയുടെ നിർണായക കണ്ടെത്തൽ എന്ന് വായിക്കാം. ശബരിമല സ്വർണ്ണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യപ്പെടില്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുൻകൂർ ജാമ്യം നേടുന്നത് തടഞ്ഞ SIT തന്ത്രപരമായ നീക്കമാണ് നടത്തിയത്. ശബരിമല സ്വർണ്ണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യപ്പെടില്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുൻകൂർ ജാമ്യം നേടുന്നത് തടഞ്ഞ SIT തന്ത്രപരമായ നീക്കമാണ് നടത്തിയത്. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും സ്വർണം കടത്തിയതിലും തന്ത്രിക്ക് പങ്കുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഇനിയാണ് നമ്മൾ വായിക്കേണ്ടത്. ശബരിമല സ്വർണ്ണ കേസിൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് കണ്ഠരര് രാജീവര് നേരത്തെ മനസ്സിലാക്കിയിരുന്നതായി വിവരം. ഹൈക്കോടതിയിൽ SIT നടത്തിയ വെളിപ്പെടുത്തലാണ് തന്ത്രിയെ ജാഗ്രതയിലാക്കിയത്. എന്നാൽ തന്ത്രി രക്ഷപ്പെടാനുള്ള വഴി തേടുമെന്ന് മനസ്സിലാക്കിയ SIT നീക്കങ്ങൾ വൈകിപ്പിച്ചാണ് ഇപ്പോഴത്തെ അറസ്റ്റിലേക്ക് എത്തിച്ചത്. പോറ്റിയുടെ പവർ, തന്ത്രിയുടെ കുറ്റം എന്താണെന്ന് അറിയണമല്ലോ. പോറ്റിയുടെ പവർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശക്തനാക്കിയത് തന്ത്രിയാണെന്നാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ നീതിന്യായ വകുപ്പിൽ ഏത് വകുപ്പാണത്? പോറ്റിയെ ശക്തനാക്കിയത് തന്ത്രിയാണെന്നാണ് വരുന്നത്. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിൽ മുഖ്യ പങ്ക് കണ്ഠരര് രാജീവർക്കാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. 2007 കീശാന്തിയുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് ഇയാളെ കൊണ്ടുവന്നതിന് കണ്ഠരര് രാജീവർക്കാണെന്ന് ഇരിക്കട്ടെ. അതുകൊണ്ട് എന്താ 2019 പോറ്റി നടത്തിയ ഒരു കള്ളത്തരത്തിനോ ഇനി 2035 പോറ്റി ഒരു ശബരിമലയിൽ ഒരു കള്ളത്തരം നടത്തുവാറെന്നിരിക്കട്ടെ, ഇപ്പോ അല്ല 35 ആദ്യം കൊണ്ടുവന്ന ആൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. എന്തുതരം ലോജിക്കാണ്? പോറ്റി ശാന്തിക്കാരനായി ജോലി ചെയ്ത ബംഗളൂരുവിലെ ക്ഷേത്രത്തിലെ തന്ത്രി മുഖ്യൻ കണ്ഠരര് രാജീവരായിരുന്നു. ആണ്, ശരിയാണ്. അതുകൊണ്ട് ഈ ബന്ധമാണ് ശബരിമലയിൽ പോറ്റിയുടെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി നിയമിക്കാൻ കാരണമായത്. കറക്റ്റ് ആണ്. അതുകൊണ്ട് പോറ്റി പിന്നീട് എന്ത് കള്ളത്തരം കാണിച്ചാലും കണ്ഠരര് രാജീവർക്ക് അതിൽ പങ്കുണ്ടോ? ഈ നാട്ടില് എന്താ സംഭവിക്കണേ? തീർന്നില്ല. ശബരിമലയിൽ നിന്ന് വരുന്ന ധാരാളം ആൾക്കാരെ തന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്താൽ അത് വലിയൊരു തെറ്റാണോ? എന്നാൽ ഒരു ഘട്ടത്തിൽ ആരോപണ വിധേയനായി പോറ്റി ശബരിമലയിൽ നിന്ന് പോയെങ്കിലും തന്ത്രിയുടെ ഇടപെടലിലൂടെ ഇദ്ദേഹം തിരിച്ചെത്തി. അത് ഏതെങ്കിലും രീതിയിൽ പോയി പുള്ളി കുറ്റക്കാരനാണെന്ന് കണ്ടില്ല, തിരിച്ചു വന്നു. എന്താ എന്റെ കാര്യം? ഇനിയും പൂജാവിധികളിലും മറ്റ കാര്യങ്ങളിലും അവസാന വാക്ക് തന്ത്രിയുടേതാണ്. അതുകൊണ്ട് സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോയതിന് തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രശാന്ത് പറഞ്ഞതിന്റെ കാരണവും ഇതാണ്. അതുകൊണ്ട് ആ പാളി എടുത്തോണ്ട് പോയി കള്ളത്തരം കാണിച്ചതല്ലേ പ്രശ്നം. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ് രണ്ട് കാര്യങ്ങൾ അറിയേണ്ടത്. ഒരു അമ്പലത്തിൽ ആചാരപരവും അഡ്മിനിസ്ട്രേറ്റീവുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിൽ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് അധികാരവും അവകാശവും ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡാണ്. ഉദാഹരണം, തന്ത്രിക്ക് ഏത് പൂജ ചെയ്യണമെന്ന് പറയാം, പക്ഷേ ആ പൂജയ്ക്കുള്ള പൂക്കൾ മേടിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് ആ പൂക്കൾ മേടിക്കുന്നതിന് അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ തന്ത്രി ഗൂഢാലോചനയിൽ പങ്കാളിയാവുമോ? തന്ത്രി പൂജ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ പൂക്കൾ മേടിച്ചത്. എന്ത് തരം ലോജിക്കാണ്? തന്ത്രിയുടെ പങ്ക് കണ്ടെത്താൻ ഗവേഷണം തന്നെ നടത്തിയെന്നാണ് SIT പറയുന്നത്. ഏത് ഗവേഷണം? തന്ത്രിക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ നിയമപരമായ കേസിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമായിരുന്നു. എന്നാൽ തന്ത്രിക്ക് സർക്കാർ ശമ്പളം നൽകുന്നതിനാൽ അദ്ദേഹത്തെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് കണ്ടെത്തി. എത്ര ദുർബലമായ വകുപ്പാണെന്ന് നോക്കണം. തന്ത്രിക്ക് കൊടുക്കുന്ന ദക്ഷിണ സർക്കാരിന്റെ ഭാഗത്ത് പോകുന്നതുകൊണ്ട് അഴിമതി നിരോധന വകുപ്പിന്റെ പേരിലാണ് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതാണ് ഏഷ്യാനെറ്റ് പറയുന്നത്. തന്ത്രിയെ പഴുതടച്ച് അറസ്റ്റ് ചെയ്യാൻ ചെയ്തു. സാക്ഷി എന്നോണം നിരന്തരം ബന്ധപ്പെട്ടു. അങ്ങനെ അവസാനമാണ് തന്ത്രിയിലേക്ക് ഇത് എത്തിച്ചത്. എന്ത് കാര്യമാണ്? എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് വരട്ടെ, അതിലെ കൂടുതൽ പങ്ക് വരുള്ളൂ. ഒറ്റ കാര്യം നോക്കിയാൽ മതി, തന്ത്രി യഥാർത്ഥത്തിൽ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ. എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. തന്ത്രിക്ക് പോറ്റിയെ അറിയായിരുന്നു. പോറ്റിയെ എത്രയോ പേർക്ക് അറിയാം. മുഖ്യമന്ത്രിക്ക് അറിയാം, ശ്രീമതി സോണിയാഗാന്ധിക്ക് അറിയാം, ബാക്കി ഒരുപാട് കോൺഗ്രസ്, BJP, CPI നേതാക്കൾക്ക് അറിയായിരിക്കും, അവരോടൊപ്പമുള്ള ഫോട്ടോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തെറ്റാണോ? 2007 പോറ്റി വന്നു എന്ന്, ശബരിമലയെ വന്നു എന്ന് പറഞ്ഞ് 2019 ചെയ്തൊരു കള്ളത്തരത്തിന് 2007 കൊണ്ടുവന്ന തന്ത്രിക്ക് എന്ത് റോളാണുള്ളത്? പക്ഷെ യഥാർത്ഥത്തിൽ അതൊന്നും അല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ കേസിന്റെ ശ്രദ്ധ മാറ്റാനും കേസിന്റെ ഫോക്കസ് മാറ്റാനും വളരെ ബോധപൂർവമായ ശ്രമം നടക്കുക. എന്തായാലും ഞാൻ എഴുതിയിട്ടൊരു കാര്യം, അയ്യപ്പ ധർമ്മസേന അടക്കമുള്ള അയ്യപ്പ ഭക്തജന സംഘടനകളും മറ്റു വിശ്വാസികളോടും ഒക്കെ സംസാരിച്ചു. തന്ത്രി ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനോ കൊടുക്കാനോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വിവാദത്തിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത വ്യക്തിയാണ് ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വർ. ഒരു കുറ്റവും പഴിയും കേൾപ്പിച്ചിട്ടില്ല. അതായത് കണ്ഠര് മോഹനന്റെ കാലത്ത് ഒരു വിവാദമെങ്കിലും ഉണ്ടായിരുന്നു. അവസാനം അദ്ദേഹവും നിരപരാധിയാണെന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി, അദ്ദേഹം കുടുക്കിയതാണെന്ന് പറയുകയുണ്ടായി.
ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നിൽ പോലും ബ്രഹ്മശ്രീ കണ്ഠര് രാജീവർ അവർകളെ കുറിച്ച് ഒരു നെഗറ്റീവ് പരാമർശമില്ല. തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കാര്യങ്ങളിലും ഒരു ഉത്തരവാദിത്വവുമില്ല. വിശ്വാസം, ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് അധികാരം, ഉത്തരവാദിത്വം. 15-ലധികം രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് അമ്പലങ്ങളിൽ പ്രതിഷ്ഠാ പൂജ നടത്തിയ സാക്ഷാൽ ഭഗവാൻ പരശുരാമൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന 2 ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നാണ് താഴമൺ. സാക്ഷാൽ മഹാത്മാഗാന്ധി അടക്കം താഴമൺ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയരാണ് അവർ. അയ്യപ്പൻ എന്ന, ഇനി ഒരു കാര്യം കൂടെ, ഇദ്ദേഹത്തെ എന്റെ ബന്ധു ആയതുകൊണ്ടല്ല, ഞാനും ഇദ്ദേഹം കൂടെ ഒരുപാട് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലത്ത് തന്നെ ഞാനും ഇദ്ദേഹവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലും പരസ്യമായി തർക്കിച്ചിട്ടുണ്ട്, എതിരഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വ്യക്തിവിരോധം തീർക്കാനുള്ള ഒരു അവസരമല്ല. കണ്ഠര് രാജീവരോട് ചില നിലപാടുകളിൽ എനിക്ക് വിയോജിപ്പുണ്ട്, ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്നെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ പരസ്യമായി തർക്കമായിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. പക്ഷേ സത്യവും നീതിയും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. വ്യക്തിവിരോധം തീർക്കാനല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അയ്യപ്പൻ തന്നെയാണ് എനിക്ക് പ്രധാന ഒരു വിശ്വാസി എന്ന നിലയിൽ. ഏതെങ്കിലും ബന്ധുവാണെന്നോ പരിചയക്കാരനാണെന്നോ ഒന്നും നോക്കില്ല. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ വെച്ച് തന്ത്രിയുടെ പുറത്തുള്ള കുറ്റം എന്താണെന്ന് വ്യക്തമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അയ്യപ്പൻ തന്നെയാണ് ഞാനെന്ന വിശ്വാസിക്കും പ്രധാനം, തന്ത്രിയല്ല. പക്ഷേ കോടതികളുടെ നിലപാട് വന്നതിന് ശേഷം മാത്രം തന്ത്രിയെ കരിവാരി തേക്കുക. അദ്ദേഹം ബന്ധു ആയതുകൊണ്ടല്ല, എല്ലാവർക്കും നീതി വേണം എന്നതുകൊണ്ടാണ് ഈ നിലപാട് പറയുന്നത്. ശ്രീ നമ്പിനാരായണൻ അടക്കം എത്രയോ പേരെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട്. അവർ മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ വന്ന വീഴ്ചയ്ക്ക് തന്ത്രിയെ ബലിയാടാക്കി കുടുക്കിയാൽ മറ്റാരെയെങ്കിലും രക്ഷപ്പെടുത്താനാകുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ എന്നറിയില്ല. കോടതിയും സ്വാമി അയ്യപ്പനും തീരുമാനിക്കട്ടെ. ബ്രാഹ്മണ സംഘടനകൾ, ഹിന്ദു സംഘടനകൾ, തന്ത്രി സംഘടനകൾ, വിശ്വാസ സംഘടനകൾ എന്നിവരുമായി ഞാൻ സംസാരിക്കുന്നുണ്ട്. അയ്യപ്പധർമ്മസേനയ്ക്ക് വേണ്ടി രാഹുൽ ഈശ്വർ, സ്വാമി ശരണം. സത്യമാണ് പ്രധാനം. തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും തന്ത്രിക്കെതിരെ എന്താണ് കുറ്റം, കോടതിയുടെ സമീപനം വരാൻ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് തന്നെ പറയാം. പക്ഷേ കോടതികൾ സമീപനവുമായി വരട്ടെ. സ്വാമി ശരണം.